ഹലോ, ഈ വീഡിയോ ചെയ്യുന്നത് +1ലും +2ലും പഠിക്കുന്ന എന്നാൽ നീറ്റിൻ്റേതായിട്ടുള്ള കോച്ചിങ്ങിനൊന്നും പോകാത്ത വീട്ടിലിരുന്നിട്ട് പഠിക്കുന്ന സമയത്ത് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ പഠിച്ച് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാം, ഇതൊരു ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന വീഡിയോ അല്ല. അങ്ങനൊരു വീഡിയോ ഞാൻ കുറേ നോക്കിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം ബേസിക്കലി മക്കൾക്ക് അറിയാം, നമുക്ക് നീറ്റ് എക്സാമിന് ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഈ മൂന്ന് സബ്ജക്ട്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. +1ലെയും +2ലെയും NCERT സിലബസിലുള്ള ഈ 3 സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ടോട്ടൽ 720 മാർക്സിൻ്റെ എക്സാമാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ, കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 4 മാർക്കും, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ ഒരു നെഗറ്റീവ് മാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് നമ്മൾ തന്നെ നമ്മുടെ ഡോക്ടർ JP's ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങളിലേക്ക്, ഇപ്പം നീറ്റ് എക്സാമിന് പഠിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ MBBSനെ കുറിച്ചും നീറ്റ് എക്സാമിനെ കുറിച്ചും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഒരു ദിവസം ക്ലാസ്സിനൊക്കെ പോയിട്ട് സ്കൂളിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്കൂളിലത്തെ വർക്ക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ദിവസം ഇഷ്ടംപോലെ സമയമുണ്ട്. പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ സമയം വെറുതെ ഈ ഫോണിൽ ഇൻസ്റ്റഗ്രാം റീൽസും ഒക്കെ ഇങ്ങനെ കണ്ട് കുറേ സമയം വേസ്റ്റ് ആക്കാതെ ആ സമയം നമുക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാം. എനിക്കറിയാം, പഠിക്കുക എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കാണുകയാണ് കരുതുക. അപ്പോൾ ആ സീരീസ് ആദ്യമൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. ഭയങ്കര ബോറിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് അതിൻ്റെ ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് ഭയങ്കര നൈസാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ചടപ്പായിരിക്കും, പിന്നെ നല്ല രസമായിരിക്കും. കണ്ടോന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒബ്വിയസ്ലി എത്ര ബോറിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിരിക്കും, ഉറപ്പല്ലേ? പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ്, നമുക്കറിയാം പഠിക്കുക എന്ന് പറയുന്ന പാർട്ട് ആക്ച്വലി ബോറിംഗ് ആണ്. അത് ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വേയിൽ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നമുക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഞാൻ ലിറ്ററലി പറയുകയാണ്, ആ പഠനം അത്രയും എൻജോയ് ചെയ്ത് പഠിക്കുന്നവർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഠിക്കുക എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ലൈഫിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഐ എം ഡാം ഷുവർ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ലൈഫിലൊരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പിന്നെ നിങ്ങളുടെ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസിലുള്ള ലാസ്റ്റ് പാർട്ട് പോലെ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഓഫ് ലൈഫായിരിക്കും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പം ഈവൻ ദോ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു ലാസ്റ്റ് പാർട്ട് ആലോചിച്ചിട്ട് കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചുകൂടെ നിങ്ങൾക്ക്? ഓക്കെ, ഞാനിത് ജസ്റ്റ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞതാണ്. നമുക്കിനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആക്കുക. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കണ കാര്യങ്ങളിൽ, കോൺസെപ്റ്റ്സ് പക്കയാക്കണ കാര്യത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ക്ലാസ്സസൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ ക്ലാസ്സസൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നതിന് പകരം ക്ലാസ്സിൽ നിങ്ങൾ നല്ല ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ കുട്ടികൾ തന്നെ പരസ്പരം ഒരു PR ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു എയിം വെക്കുക, നമുക്ക് ഡോക്ടർ ആവണം. എനിക്കങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ +2 കഴിഞ്ഞിട്ട് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫസ്റ്റ് ചാൻസിൽ തന്നെ +2 കഴിഞ്ഞ പാടുള്ള നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഗേൾസ് നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, ഇത്ര ചാപ്റ്റേഴ്സ് 4-5 ചാപ്റ്റേഴ്സൊക്കെ ബയോളജി വായിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ പഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂട്ടാവുന്ന കുറച്ച് ആൾക്കാരെ കൂടിയിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നിങ്ങളെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, കൺസെപ്റ്റ്സൊക്കെ ക്ലിയർ ആക്കാൻ നോക്കുക. ഇപ്പം ബയോളജി NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്തായാലും ബോർഡ് എക്സാമിന് തന്നെ അത് വായിക്കണം. പക്ഷേ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം
അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതിപ്പോൾ വായിക്കണ ശീലം ഇപ്പോഴേ തുടങ്ങുക, നന്നായിട്ട് തറു ആക്കിയിട്ട് വായിക്കുക, ഡെയിലി ഇങ്ങനെ കുറേ വായിച്ച് നോക്കുക. എനിക്കറിയാം ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് വായിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അതിൽ കുറേ അറിയാത്ത വേർഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാത്ത വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ ജസ്റ്റ് ഡിക്ഷണറിയൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക. ഫസ്റ്റ് ടൈം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. പിന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ അതേ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഇപ്പോഴേ നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ആൻഡ് +2 ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ബയോളജി ആക്ച്വലി നിങ്ങൾ നല്ല ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച് കേട്ട് ഇങ്ങനെ പോയിൻ്റെൽ തന്നെ ബയോളജിയുടെ കാര്യം സെറ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ പറയുന്നു +1 +2 നിങ്ങൾ ജസ്റ്റ് +1ഉം +2ഉം ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തിട്ട് എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാം എന്നുള്ളൊരു എയിമിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുന്നതിലാണ്. ഓക്കെ, അതായത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കാം. രണ്ടാമത്തെ കാര്യം കെമിസ്ട്രി നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇങ്ങനെ 3 ടൈപ്പാണുള്ളത്. ഇതിൽ 3ലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുമായിരിക്കും ആദ്യത്തെ തവണ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത്. പക്ഷേ കുറേ തവണ വായിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ഈസി പ്രോസസ്സായിട്ട് തോന്നും. ഡെയിലി കുറച്ച് നേരം ഒരു മണിക്കൂർ ബയോളജി വായിക്കുക, ഒരു മണിക്കൂർ കെമിസ്ട്രി വായിക്കുക, 1 മണിക്കൂർ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇങ്ങനൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് മാറും. പിന്നെ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് മാക്സിമം കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കേണ്ട രീതിക്ക് ഫിസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കുറേ ക്ലാസ്സസ് കാണാൻ പറ്റും. ഫിസിക്സിൻ്റെ ഒക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സസും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്ന അങ്ങനെ ക്ലാസ്സസൊക്കെ കാണാൻ നോക്കുക. ക്ലാസ് നമ്മുടെ സ്കൂളിലെടുത്ത ക്ലാസ്സിൽ ആ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ്സാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട പാർട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ഫിസിക്സിൽ നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിന്ന് തുടങ്ങുക. കാരണം ആദ്യമേ തന്നെ ഭയങ്കര ഐക്യുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പോയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. ഓക്കെ, പക്ഷേ ആ സമയത്ത് നിങ്ങളെന്താ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങാൻ ഗൂഗിൾ നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയാലൊക്കെ കാണാൻ പറ്റും. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തുടങ്ങി അതിൻ്റെ ഒരു ലെവൽ കൂട്ടി വരാൻ നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റഡി റൂട്ടിലേക്ക് എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കാൻ നോക്കുക. എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് +1ലും +2ലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീറ്റ് എക്സാമിന് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഡെയിലി ബേസിസിൽ നോക്കി പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ചേട്ടാ.